ഒരു രാജ്യത്തിന്റെ പരമാധികാരം കൈയാളുന്ന സർക്കാരിനെതിരെ ആഗോള ഭീമനായ ഒരു ടെക് കമ്പനി കേസിന് പോകുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാടായി കേൾക്കുന്ന വാർത്തകളിൽ ഒന്ന് മാത്രമായിരിക്കും ഇതും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കേസിന് പോയത് ഇലോൺ മസ്കിന്റെ എക്സും കേസ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെതിരെയുമാണ്. കേന്ദ്ര സർക്കാർ നിയമം കയ്യിലെടുത്ത് അനാവശ്യമായി തങ്ങളുടെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളിൽ കൈ കടത്തുന്നു എന്നതാണ് എക്സിന്റെ ആരോപണം. കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ എക്സ് പറയുന്നത് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും ഗ്രോക്ക് എന്ന ചാറ്റ് ബോട്ടിലെ ചില കണ്ടന്റുകളിൽ കേന്ദ്ര സർക്കാർ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനാണ് ഇപ്പോൾ തന്നെ മസ്കിന്റെ ഗ്രോക്കിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ സംഘപരിവാർ അനുകൂലികളും. BJP IT സെല്ലിന് വരെ തലവേദനയായ ചില മറുപടികളാണ് ഇപ്പോൾ ഗ്രോക്കിന് നേരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിനിന്റെ കാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP, RSS തുടങ്ങിയവർക്കെതിരെ ഗ്രോക്കിൽ നിന്നുണ്ടായ ചില മറുപടികളാണ് BJP ക്യാമ്പിൽ വലിയ തലവേദനയായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോ മോദിയോ മികച്ച രാഷ്ട്രീയ നേതാവെന്ന ചോദ്യത്തിന് ഗ്രോക്കിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് നിർത്തി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നരേന്ദ്രമോദി വർഗീയ സംഘർഷങ്ങളുടെ പേരിലും CAA പേരിലും വലിയ വിമർശനം നേടുന്നയാളാണ്. രാഹുലിന്റെ രീതി എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് എന്നായിരുന്നു. വ്യാപക വിമർശനമാണ് ഈ അഭിപ്രായത്തിനെതിരെ ഉണ്ടായത്. വലതുപക്ഷ ഹാൻഡിലുകൾ ഇതിനെതിരെ കൂട്ടത്തോടെ രംഗത്ത് വന്നു. തീർന്നില്ല, ഇനിയുമുണ്ട്. ഒരു പടി കൂടി കടന്ന് രാഹുൽ ഗാന്ധി വിദ്യാഭ്യാസമുള്ള നേതാവാണെന്നും എന്നാൽ മോദിയുടേത് സംശയമുണ്ടെന്നും കൂടി ഗ്രോക്ക് മറുപടി നൽകി. മോദി ഇതുവരെ മുറയ്ക്കൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ലെന്നും മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ വിവരങ്ങൾ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നതെന്നുകൂടി ഗ്രോക്ക് മറുപടി നൽകിയപ്പോൾ ആക്രമണം കനത്തു. തീർന്നില്ല, RSSന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തായിരുന്നു റോൾ എന്നൊരു ചോദ്യത്തിനും ഗ്രോക്കിന് മറുപടി ഉണ്ടായി. RSSന് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലെന്നും ഹിന്ദു ദേശീയത മുൻനിർത്തി RSS മാറി നിൽക്കുകയാണ് ചെയ്തതെന്നും ഗ്രോക്ക് മറുപടി നൽകി. മറ്റൊരു മറുപടിയിൽ മുസ്ലിം സമുദായത്തിന് പോലും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു എന്ന് കൂടി ഗ്രോക്ക് കൂട്ടിച്ചേർത്തു. അതോടെ ഗ്രോക്കിനെതിരായ വലതുപക്ഷ ആക്രമണം ശക്തമായി. ലവ് ജിഹാദ് മുട്ടൻ നുണയാണെന്ന് വരെ ഗ്രോക്ക് പറഞ്ഞു കളഞ്ഞു. വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന് ഏതെല്ലാം മാധ്യമങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയുമാണ് ജയിലിൽ അടയ്ക്കേണ്ടതെന്ന ചോദ്യത്തിനും ഗ്രോക്കിനൊരു ഉത്തരമുണ്ടായിരുന്നു. റിസർച്ച് പറയുന്നത് മോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, ഗിരിരാജ് സിംഗ് എന്നിവരാണ് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. റിപ്പബ്ലിക് TV, ടൈംസ് നൗ അടക്കമുള്ള മാധ്യമങ്ങളും ഇതിന്റെ എല്ലാം ഭാഗമാണ് എന്നായിരുന്നു ആ ഉത്തരം. കൂടാതെ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശം വർദ്ധിച്ചുവെന്നും ഗ്രോക്ക് ചൂണ്ടിക്കാണിച്ചു. BJPക്കെതിരായി ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും കേസുകളും നിരത്തിക്കാട്ടിയാണ് ഗ്രോക്ക് ഓരോ ചോദ്യത്തിനും മറുപടി നൽകിയത്. ഇതിനെതിരെയാണ് സംഘപരിവാർ അനുഭാവികൾ വലിയ രീതിയിൽ ആക്രമണം അയച്ചുവിടുന്നത്. ഈ വിവാദങ്ങൾക്കിടെ ഇവർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഗ്രോക്ക് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന വിഷയം. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഗ്രോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ എക്സ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇതിനെല്ലാം ഇടയിൽ സംഘപരിവാർ അനുഭാവികളുടെ ആക്രമണവും. കാത്തിരുന്നു കാണണം എന്തായിരിക്കും ഗ്രോക്കിന്റെ കാര്യത്തിൽ മോദി സർക്കാരിന്റെ നിലപാടെന്ന്.